ആശ്രമം മുൻ വൈസ് പ്രസിഡന്റും ഗുരുധർമ്മ പ്രകാശ സഭയിലെ മുതിർന്ന അംഗവുമായ സ്വാമി ധർമാനന്ദ ജ്ഞാന തപസ്വി അന്തരിച്ചു. 78 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. നമ്മുടെ ആശ്രമത്തിൻ്റെ ആദ്യകാല ചരിത്രത്തിൽ ഏതാണ്ട് 1982 കാലഘട്ടത്തിലാണ് അദ്ദേഹം ഈ ആശ്രമത്തിൽ വരുന്നത്. നമുക്കിവിടെ വലിയ സൗകര്യങ്ങളില്ലായിരുന്ന ഒരു കാലഘട്ടം. അദ്ദേഹം കുടുംബസമേതം ഈ ആശ്രമത്തിൽ വന്ന് താമസിച്ച് ഗുരുവിൻ്റെ കൂടെ പ്രവർത്തിക്കാൻ ഭാഗ്യം ലഭിച്ചൊരു ധന്യതയുള്ളൊരു ആത്മാവാണ് അദ്ദേഹത്തിൻ്റെ. അതിലെത്രയോ വർഷം ഗുരു ആദിസങ്കല്പത്തിൽ ലയിച്ചതിന് ശേഷമാണ് അദ്ദേഹം സന്യാസത്തിന് അർഹതനാകുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം എടുത്തു നോക്കിയാൽ നമ്മുടെ ആയുർവേദം മറ്റു രീതിയിലുള്ള എല്ലാ കർമ്മങ്ങളിലും അദ്ദേഹത്തിന് കർമ്മം ചെയ്യാൻ അവസരം കിട്ടിയ ഒരാളാണ്. നമ്മുടെ 1989 പോത്തങ്കോട് ഗുരുവിൻ്റെ തൃക്കൈകളാൽ പ്രാർത്ഥനാലയത്തിൻ്റെ പ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് അദ്ദേഹം ഗുരുവിൻ്റെ കൂടെ പ്രാർത്ഥനാലയത്തിൻ്റെ ഉള്ളിൽ ഗുരുവിനോട് ചേർന്ന് നിന്ന് ആ പ്രതിഷ്ഠയിൽ പങ്കെടുക്കാൻ പോലും അവസരം ഗുരു കൊടുത്തൊരു സന്യാസിവര്യനാണ് അദ്ദേഹം. അത്രയും അടുപ്പിച്ച് നിർത്തി ഗുരു പ്രവർത്തിപ്പിച്ചൊരു പരിചയം. ഗുരുവിനെ പ്രാർത്ഥനാലയത്തിൻ്റെ പണി നടക്കുന്ന സമയത്തും പ്രതിഷ്ഠയുടെ സമയത്തും എല്ലാ പ്രധാനപ്പെട്ട എല്ലാ കർമ്മങ്ങളിലും അദ്ദേഹത്തിന് അതിൽ ഭാഗഭാക്കായി പ്രവർത്തിക്കാൻ അവസരം കിട്ടി. അദ്ദേഹത്തിന് 3 പുത്രന്മാരാണുള്ളത്. ഗൃഹസ്ഥാശ്രമ ജീവിതത്തിൻ്റെ ഭാഗത്ത് ഇവിടെ കുടുംബസമേതം വന്ന് സ്ഥിരമായി താമസിച്ചുകൊണ്ട് അന്നിവിടെ താമസ സൗകര്യങ്ങൾ കുറവാണ്. എന്നിരുന്നാലും ഭാര്യയും കുട്ടികളുമായി ഒരു മുറിയിൽ താമസക്കാരനായിട്ട് ആശ്രമ ജീവിതം ആരംഭിച്ച ഒരാളാണ് ധർമാനന്ദ ജ്ഞാന തപസ്വി. ഇത്രയും കൂടുതൽ ഗുരുവിൻ്റെ സാഹചര്യം, അന്നത്തെ സാഹചര്യത്തിൻ്റെ അനുസരിച്ച് അതിനോട് ചേർന്ന് നിന്ന് ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനത്തിൽ നല്ല നിലയിൽ പ്രവർത്തിക്കാനും അതിനൊരു മാതൃകയാക്കാനും ഗുരുവിന് സഹായമായി ചെയ്യാനും അദ്ദേഹത്തിന് അവസരം കിട്ടി. നമ്മുടെ ആശ്രമത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ട് 99 മുതൽ 2003 വരെ അദ്ദേഹം ആശ്രമത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ബ്രാഞ്ചാശ്രമങ്ങളുടെ ചുമതല വഹിച്ചു. എറണാകുളം ആശ്രമത്തിൻ്റെ കാര്യദർശിയായിട്ട് വർഷങ്ങളോളം ചെലവഴിച്ചു. കോട്ടയം ആശ്രമത്തിൻ്റെ കാര്യദർശിയായിട്ട് പ്രവർത്തിച്ചു. ആയുർവേദത്തിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് സഹകരിച്ച് മുമ്പോട്ട് പോയി. ഗുരുവിൻ്റെ അമ്മയുടെ വീട്, അമ്മ താമസിച്ചിരുന്ന വീടിൻ്റെ ആ പ്രാരംഭഘട്ടത്തിൽ അതിനു വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്യുന്നതിന് അദ്ദേഹത്തിനെയാണ് ഗുരു അയച്ചത്. എല്ലാ നിലയിലും ഗുരു അതിൻ്റെ ആശ്രമത്തിൻ്റെ ആദ്യകാല ഘട്ടങ്ങളിൽ അതിന് ഏറ്റവും കൂടുതൽ ഗുരുവിന് സഹായമായി നിന്ന് പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് ഭാഗ്യം ലഭിച്ചൊരു സന്യാസിവര്യനാണ്. അദ്ദേഹത്തിൻ്റെ ഈ സമയത്ത് ഗുരുജ്യോതിയിൽ അണഞ്ഞ ഈ മുഹൂർത്തത്തിൽ എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ എൻ്റെ ഗുരുവിൻ്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സദ്ഗുരീക്ഷണം. സ്വാമിയുടെ ജീവിതം ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രമാണ്. സ്വാമിയോടൊപ്പം ഒരുമിച്ച് ഈ ആശ്രമത്തിൻ്റെ പൊതുധാരയിൽ പ്രവർത്തിക്കുവാൻ സാധിച്ചത് ജീവിതത്തിലെ വലിയ ഭാഗ്യമായി ഞങ്ങളൊക്കെ കരുതുന്നു. ആശ്രമത്തിൻ്റെ ചരിത്രത്തിൽ എക്കാലവും പെരുമയോടെ ഓർക്കേണ്ടുന്ന ഒരു ജീവിതമാണ് സ്വാമി ധർമാനന്ദ ജ്ഞാന തപസ്വിയുടേത്. കോട്ടയം ജില്ലയിൽ കല്ലറ പഞ്ചായത്തിൽ പെരുന്തുരുത്തി എന്ന ഗ്രാമത്തിൽ പരമേശ്വരൻ പിള്ളയുടെയും ലക്ഷ്മിയുടെയും മകനായി 1947 മെയ് 29 ജനിച്ച PC നാരായണൻ നായർ അക്കാലത്ത് പെരുന്തുരുത്തി എന്ന പ്രദേശം
വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ദ്വീപായി, ഒരു കുഗ്രാമമായി നിലകൊണ്ടിരുന്നു. ചുറ്റും നെൽപ്പാടങ്ങളാൽ ആണ്ടുകിടന്ന ആ പ്രദേശത്തേക്ക് യാത്രാ സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം. വള്ളം അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ആശ്രയിച്ചിരുന്ന ആ ഒരു സമയം, ആ കാലഘട്ടത്തിലാണ് സ്വാമിയുടെ ബാല്യകാല ജീവിതം കടന്നുപോയത്. അച്ഛനൊരു നല്ല കർഷകനായിരുന്നതുകൊണ്ടും കുടുംബമായി മറ്റു ഭൂസ്വത്തുക്കൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ടും വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടില്ലാത്ത താരതമ്യേന ഇടത്തരമായ ഒരു കുടുംബമായിരുന്നു സ്വാമിയുടെ ബാല്യകാലത്തുണ്ടായിരുന്നു. നാട്ടിലുള്ള ഗവൺമെൻറ് സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി. അന്ന് ഈ 10ാം ക്ലാസ് കഴിഞ്ഞാൽ പ്രീ യൂണിവേഴ്സിറ്റിയാണ്. അത് പിന്നീട് പ്രീ ഡിഗ്രിയായും ഇത് +2 കോഴ്സായും ഇപ്പോൾ മാറിയിരിക്കുന്നൊരു കാലഘട്ടം. ഇന്ന് സ്വാമിയുടെ പ്രീ യൂണിവേഴ്സിറ്റി പഠനം കോട്ടയം CMS കോളേജിലായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം എയർഫോഴ്സിൽ ചേരണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അച്ഛനും അമ്മയും ചേട്ടനും ആ ആഗ്രഹത്തിന് വഴങ്ങുകയുണ്ടായി. 1965 എയർഫോഴ്സ് എയറോ എഞ്ചിൻ മെക്കാനിക് ട്രെയിനിയായിട്ടാണ് അദ്ദേഹം ഔദ്യോഗികമായ ജീവിതം ആരംഭിക്കുന്നത്. ചെന്നൈയിലെ താമ്പരത്ത് എയർഫോഴ്സ് സെൻറ്ററിലായിരുന്നു ആദ്യം ട്രെയിനിങ്. 3 മാസത്തെ അതികഠിനമായ പരിശീലനത്തിന് ശേഷം 1965 യുദ്ധം വന്നതുകൊണ്ട് ട്രെയിനിങ് നേരത്തെ അവസാനിപ്പിച്ച് എല്ലാവർക്കും പാസ് ഔട്ട് നൽകി പോസ്റ്റിംഗ് കൊടുക്കുകയായിരുന്നു. ആദ്യത്തെ പോസ്റ്റിംഗ് പശ്ചിമ ബംഗാളിലായിരുന്നു. സ്വാമിയുടെ ഔദ്യോഗിക ജീവിതത്തിൻ്റെ തുടക്കം അവിടെ നിന്നാണ്. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധസമയത്ത് കോൺപൂർ ക്യാമ്പിൽ വെച്ച് 4 പേരെ പരിചയപ്പെടുകയുണ്ടായി. അതാണ് ശ്രീ ജനാർദ്ദന മേനോൻ. ഈ കഴിഞ്ഞ മാസം അദ്ദേഹം ദിവംഗതനായി. ശ്രീ D. രഞ്ജൻ, അതുപോലെ തന്നെ ശാന്തിഗിരി ആശ്രമത്തിൻ്റെ ഗുരുധർമ്മ പ്രകാശ സഭയിലുണ്ടായിരുന്ന സ്വാമി പരിപൂർണ ജ്ഞാന തപസ്സി, പൂർവാശ്രമത്തിൽ ബാലകൃഷ്ണൻ, പിന്നെ CP മോഹനൻ, ഇവർ സുഹൃത്തുക്കളായി ഒരു ക്യാമ്പിൽ പ്രവർത്തിച്ചിരുന്ന ആളുകളാണ്. യുദ്ധം കുറേ നാൾ നീണ്ടുപോയ സമയത്ത് ആ ഭൂപ്രദേശം പാകിസ്ഥാൻ പിടിച്ചെടുക്കുകയുണ്ടായി. ഇന്ത്യയുടെ 6-7 എയർഫോഴ്സ് വിമാനങ്ങളുടെ റൺവേ ബോംബിട്ട് ആ സമയത്ത് തകർക്കുകയുണ്ടായി. ഈ കടന്നുകയറ്റത്തെ ചെറുക്കുവാൻ നിരവധിയായ ചെറുപ്പക്കാർ നമ്മുടെ ഭടന്മാരായി ആ സമയത്ത് പട്ടാള ക്യാമ്പുകളിൽ, ആ യുദ്ധ മുഖങ്ങളിൽ സ്വന്തം ജീവൻ മറന്ന്, ജീവിതം മറന്ന് ഒക്കെ അവിടെ പടുത്തുയർത്തിയ ഇതിഹാസമാണ്. പ്രത്യേകിച്ച് പിന്നീട് കാലഘട്ടത്തിൽ ചരിത്രം നമ്മുടെ രാജ്യത്തിൻ്റെതായി എപ്പോഴും ഓർമ്മിക്കുന്നു. സേനാംഗങ്ങളായ പല ആളുകൾക്കും ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളുണ്ടായി. ആ യുദ്ധത്തിൻ്റെ ഇടവേളകൾ എല്ലാം തന്നെ അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള ആളുകൾ തമ്മിൽ പരസ്പരം അറിവുകൾ പങ്കുവെക്കുന്ന മുഹൂർത്തമായിരുന്നു. അങ്ങനെയാണ് ആ സമയത്ത് ആ യുദ്ധത്തിൻ്റെ ഇടവേളകൾക്കിടയിലാണ് ഈ പോത്തൻകോട് എന്നുള്ള ഒരു ചെറിയ ഗ്രാമത്തിലുള്ള കരുണാകര ഗുരു എന്ന മഹാത്മാവിനെക്കുറിച്ച് സ്വാമി ആദ്യമായി കേൾക്കുന്നു. ഗുരുഭക്തനായിരുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ സഹോദരിക്കുണ്ടായ അസുഖവുമായി ബന്ധപ്പെട്ട് ഗുരുവിനെ കണ്ടതും ഗുരുനിർദ്ദേശമനുസരിച്ചുള്ള പ്രാർത്ഥനയിലൂടെയും ചികിത്സയിലൂടെയും ആ അസുഖം പൂർണ്ണമായി ഭേദമായി മാറിയ കഥ കേട്ട സമയത്താണ് നാരായണൻ എന്ന നമ്മുടെ സ്വാമിയുടെ മനസ്സിൽ ആദ്യമായി ഒരു വിശ്വാസത്തിൻ്റെ തളിരുകൾ അങ്കുരിച്ചത്.
ആ സമയത്ത് സ്വാമി രാധാ സ്വാമി സാഹിബിൻ്റെ സത്സംഗത്തിൽ സ്ഥിരമായി പങ്കെടുക്കാറുള്ള ഒരാളായിരുന്നു. ആഴത്തിലുള്ള വായനയുള്ള ഒരാളായിരുന്നു PC നാരായണൻ നായർ. മലയാളത്തിന് പുറമെ ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷയിലുള്ള അഗാധമായ പരിജ്ഞാനം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ സമയത്താണ് ആത്മീയമായ ദർശന അനുഭവമുള്ള ഒരു ഗുരുവിനെക്കുറിച്ച് കേട്ടപ്പോൾ ഗുരുവിനെ കാണണമെന്നുള്ള അതിയായ ഉത്കടമായ ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായി. ആ സമയങ്ങളിൽ ഇവിടെ നിന്നും ശാന്തിഗിരിയുടെ ആധ്യാത്മിക മാസികകൾ അവരുടെ ക്യാമ്പുകളിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ടായി. അപ്പോഴാണ് ആശ്രമത്തിൻ്റെ മാസികകൾ സ്ഥിരമായി വായിക്കുവാനും ഗുരുവിനെക്കുറിച്ച് കൂടുതൽ അറിയുവാനും അദ്ദേഹത്തിന് സാധിച്ചു. തൻ്റെ മനസ്സിൽ ഓരോ പുസ്തകങ്ങൾ വായിക്കുമ്പോഴും ഓരോ ആശയങ്ങളെക്കുറിച്ച് അറിയുമ്പോഴും അതിനെക്കുറിച്ച് അതിലുണ്ടാകുന്ന ഒരുപാട് ചോദ്യങ്ങൾ തൻ്റെ മനസ്സിൽ ചിഹ്നങ്ങളായി ഉണ്ടാകുമ്പോഴും അത് കഴിഞ്ഞതിന് ശേഷം ഗുരുവിനെക്കുറിച്ച് അറിയുമ്പോൾ, ഗുരുവിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ ഏറെക്കാലങ്ങളായി തൻ്റെ ഉള്ളിൽ അങ്കുരിച്ച സംശയങ്ങളുടെ ദൂരീകരണം ഗുരുവിൻ്റെ ആശയങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള സാങ്കത്യം അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടത്. ആ സമയത്ത് തന്നെ ഒരിക്കൽ പോലും ഗുരുവിനെ കാണാതെ ഗുരുവിനെ വിശ്വസിക്കുവാൻ ആ മനുഷ്യന് കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും പ്രധാനമായി ഇവിടെ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമാണ്. ഈ സുഹൃത്തുക്കളായ ആളുകൾ ആ ക്യാമ്പിൽ അവിടെ ഇരുന്നു കൊണ്ട് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഗുരുവിൻ്റെ പ്രാർത്ഥനയും പുഷ്പ സമർപ്പണവും നടത്തുമായിരുന്നു. 1972 മലയാള ചലച്ചിത്ര ലോകത്തെ ഹാസ്യ സാമ്രാട്ടായ SP പിള്ളയുടെ രണ്ടാമത്തെ മകൾ കലയെ PC നാരായണൻ നായർ വിവാഹം കഴിച്ചു. 1973 മൂത്ത മകനായ രാജേഷ് ജനിച്ചു. പിന്നീട് ആ ദാമ്പത്യ വല്യതയിൽ 2 ആൺകുട്ടികൾ കൂടി ഉണ്ടായി, സാജനും വിമലും. 1982 ഫെബ്രുവരിയിൽ ഒരു കുംഭമേള സമയത്താണ് നാരായണൻ നായരും ഭാര്യയും 3 കുട്ടികളുമായി ഈ ആശ്രമത്തിലെത്തുന്നത്. ഈ സമയത്ത് ഇളയ മകനായ വിമലിൻ്റെ പ്രായം 6 മാസമാണ്. ആശ്രമത്തിലേക്കുള്ള യാത്ര വളരെ കഷ്ടപ്പാടുള്ളതായിരുന്നു. ഗുരുവിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല എങ്കിലും ഗുരുവിനെ കണ്ടതും ഉള്ളിൽ എത്തേണ്ടിടത്തെത്തിയെന്ന തോന്നലും സന്തോഷവും ആ മനസ്സിൽ അനുഭവപ്പെടുകയുണ്ടായി. ബ്രഹ്മസ്വരൂപനായ ഗുരുവിൻ്റെ സന്നിധിയിൽ ആ ശിഷ്യനെ കാലം ചേർത്തു വെക്കുകയായിരുന്നു. ഗുരു ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. സർവീസ് കാലാവധി അവസാനിച്ചാൽ ഉടൻ ഗുരുവിൻ്റെ സവിധത്തിലെത്തണമെന്ന ആഗ്രഹം നാരായണനും കുടുംബവും പങ്കുവച്ചു. സകല സൗഭാഗ്യങ്ങളുടെയും നാട്ടിൽ ജനിച്ച നാരായണന് ഇവിടെ പരിമിതമായ സൗകര്യത്തിൽ പിടിച്ചു നിൽക്കാനാകുമോ എന്ന് ഗുരു ചോദിച്ചു. ആ ചോദ്യത്തിനുള്ള ഉത്തരമായിരുന്നു നാരായണൻ്റെ പിന്നീടുള്ള അങ്ങോട്ടുള്ള ജീവിതം. 1982 18 വർഷത്തെ സർവീസിന് ശേഷം വ്യോമസേനയിൽ നിന്നും അദ്ദേഹം വിരമിച്ചു. നാട്ടിലേക്ക് തിരികെ വരുന്നതിൻ്റെ ഭാഗമായി ലഗേജുകൾ അയച്ചത് തിരുവനന്തപുരത്തേക്കാണ്, ഈ ആശ്രമത്തിലേക്ക് വരുവാൻ വേണ്ടിയിട്ടാണ്. റിട്ടയർമെൻറ്റിന് ശേഷമുള്ള കാലം ഗുരുവിനോടൊപ്പം കഴിയണമെന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ട് നാട്ടിൽ പോകാതെ നേരെ വന്നത് ആശ്രമത്തിലേക്കാണ്. നാട്ടിൽ കടമുറികളുണ്ട്, കൃഷിയുണ്ട്. വ്യോമസേനയിൽ നിന്നും വിരമിക്കുന്ന മറ്റേതൊരാളെക്കാളും അധികവും സൗകര്യവും വ്യക്തിപരമായി കുടുംബപരമായിട്ട് ഉണ്ടായിട്ട് പോലും ഒരാശ്രമ ജീവിതം ആ കാലഘട്ടത്തിൽ തിരഞ്ഞെടുക്കുവാൻ അദ്ദേഹം തുനിഞ്ഞു എന്നുള്ളത് നമ്മളെല്ലാവരും അതീവ പ്രാധാന്യത്തോടുകൂടി കേൾക്കേണ്ടുന്ന, മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഒരു നേരത്തെ ആഹാരത്തിന് പോലും കഷ്ടിച്ച് കഴിയുന്ന പരിമിതികളുടെ പടുകൂമ്പാരം നിറഞ്ഞ ബൗദ്ധൻ കാടെന്ന ഈ പോത്തൻകോട്ടേക്ക് നാരായണനല്ലാതെ മറ്റൊരാൾ വരുമായിരുന്നില്ല. ആ കാലത്ത് ആശ്രമത്തിൽ ഗൃഹസ്ഥാശ്രമികൾ ആരും തന്നെ
ഉണ്ടായിരുന്നില്ല. ധ്യാനമഠം എന്ന് പറയുന്ന ഇവിടെ ഈ കാണുന്ന ഓടിട്ട കെട്ടിടത്തിന് സമീപം ഇങ്ങോട്ട് 4 മുറിയുള്ള ഒരു ഓല ഷെഡ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. നാരായണൻ നായർക്കും സഹപ്രവർത്തകർക്കും കുടുംബത്തിനുമായി താമസിക്കുവാൻ ഗുരു ഈ സ്ഥലം നൽകുകയുണ്ടായി. ആ സമയത്ത് ആശ്രമം വളരെ വലിയ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ സഹിക്കുന്ന കാലമാണ്. ഒരു ടോയ്ലറ്റ് പോലും ഇല്ലാതിരുന്ന കാലഘട്ടം. നാരായണൻ നായരും ഭാര്യയും 3 മക്കളും അടക്കം 5 പേർ താമസിച്ചിരുന്നത് ആ ഓല ഷെഡിലെ ഒരു മുറിയിലാണ്. ഈ കഷ്ടപ്പാടിലും അവരുടെ മനസ്സിലൊരിക്കൽ പോലും അതൃപ്തി തോന്നിയിരുന്നില്ല. മനസ്സിൽ വലിയ സന്തോഷമായിരുന്നു. ആശ്രമത്തിൽ താമസമാക്കിയ ആദ്യകാല ഗൃഹസ്ഥാശ്രമികൾ എന്ന നിലയിൽ എല്ലാ കാര്യങ്ങൾക്കു വേണ്ടിയും ഗുരു ആ സമയത്ത് ഇവരെ വിളിക്കുമായിരുന്നു. ഗുരുവിൽ നിന്ന് ഈ കുടുംബത്തിന് പ്രത്യേകമായ സ്നേഹ പരിലാളനങ്ങൾ ലഭിക്കുകയുണ്ടായി. താമസിക്കുവാനായി ഗുരു നൽകിയ ഈ ഓല ഷെഡിനെ ഗുരു തന്നെ കൊട്ടാരം എന്നാണ് വിളിച്ചത്. അതുകൊണ്ട് തന്നെ അന്തേവാസികൾക്കും എല്ലാവർക്കും അത് കൊട്ടാരമായി മാറുകയുണ്ടായി. ഒരിക്കൽ ഗുരു ഈ കുടുംബാംഗങ്ങളെ എല്ലാവരെയും കൂടി വിളിച്ചിട്ട് ചോദിച്ചു, ഇവിടെ നിന്നു പോകുവാൻ നിങ്ങൾക്ക് വലിയ പാടാണ്, എനിക്കറിയാം. ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കഷ്ടപ്പാടുകൾ അഭിമുഖീകരിക്കേണ്ടി വരും. അങ്ങനെ തോന്നിയാൽ, ഇവിടെ ഒന്ന് പോകണമെന്ന് തോന്നിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ അതിന് ഗുരുവിനോട് ഉത്തരം നൽകിയത് നാരായണൻ നായരാണ്. ഗുരുവേ, അങ്ങനെ തോന്നിയാൽ എന്നെ ഈ തൂണിൽ പിടിച്ച് കെട്ടിയിടും, എനിക്ക് എങ്ങും പോകേണ്ട. ഗുരുവിൻ്റെ മുഖം ആ സമയത്ത് സന്തോഷം കൊണ്ട് ചുവന്നു. ഈ ലോകത്ത് ഇന്നോളം വന്ന ഒരു ഗുരുക്കന്മാർക്കും ഇങ്ങനെയൊരു ഗൃഹസ്ഥ ശിഷ്യനെ കിട്ടിക്കാണുമെന്ന് തോന്നുന്നില്ല. ആ കാലഘട്ടത്തിൽ ആശ്രമത്തിലെ ചിട്ടകളൊക്കെ അതികർശനമായിരുന്നു. രാവിലെ 4 മണിക്ക് ബെല്ലടിക്കുമ്പോൾ എല്ലാവരും പോയി കുളിക്കണം. ഇവിടെ താഴെ നമ്മുടെ ആശ്രമത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായ നിർമ്മോസ്വാമി, അദ്ദേഹത്തിൻ്റെ കുടുംബം ഇവിടെയാണ്. അതിൻ്റെ താഴത്ത് ഒരു കുളമുണ്ട്, ചെറിയ കശുമാവിൻ ഇടയിലൂടെ ആളുകൾ രാത്രിയും വൈകിയുമൊക്കെ 1നും 2നും കുളിക്കാനുമൊക്കെ പോയിക്കൊണ്ടിരുന്നത് അവിടെയാണ്. ആശ്രമത്തിൻ്റെ പരിസരം മുഴുവൻ ഒരു പറങ്കിമാവിൻ്റെ കാടായിരുന്നു ആ കാലഘട്ടത്തിൽ. ആശ്രമത്തിൻ്റെ പിന്നിൽ വലിയ പാറകളുണ്ട്. ഇന്നത്തെ നമ്മുടെ ഈ വാട്ടർ റിസർവോയർ, ഈ കരുണ ശുദ്ധജലം, അതിൻ്റെ പുറകിലൊക്കെ വലിയ പാറക്കൂട്ടങ്ങളും കാടുമായിരുന്നു. കുറച്ചു കാലത്തിന് ശേഷം ഈ കൊട്ടാരമെന്ന ഗുരു അവർക്ക് നൽകിയ ഈ ഓല കുടിൽ പിന്നീട് മാറ്റി മൺകട്ട വെച്ച് ചുടുകല്ല് വെച്ച് ഭിത്തി കെട്ടി മേൽക്കൂര ഓല മാറ്റി ഓടിടുകയുണ്ടായി. പുറകിൽ ഈ 20, 24, 25 പേർക്കായിട്ടൊരു കക്കൂസും കുളിമുറിയോടുകൂടി ഗുരു കൊടുക്കുകയുണ്ടായി. 1983 കാലഘട്ടത്തിൽ ആശ്രമത്തിൽ കോൺക്രീറ്റ് ബിൽഡിങ്ങുകൾ ഉണ്ടായിരുന്നില്ല. ഓടിട്ടത് ആയുർവേദത്തിൻ്റെ പേരിൽ ഇവിടെ താഴത്ത് നമ്മുടെ സഹകരണ മന്ദിരത്തിൻ്റെ അവിടെ ഒരു ആയുർവേദത്തിൻ്റെ കെട്ടിടമായിരുന്നു. പിന്നീട് അത് ഓഫീസാക്കി മാറ്റി. പുഷ്പാഞ്ജലി കൗണ്ടറടക്കം ബാക്കിയെല്ലാം ഓല ഷെഡായിരുന്നു. ഗുരുവിൻ്റെ പർണശാല മാത്രം ഓടിട്ടതായിരുന്നു. ഭക്ഷണശാലയും പ്രാർത്ഥനാലയും പുല്ലുമേഞ്ഞതായിരുന്നു. എല്ലാ ആഴ്ചകളിലും തറ ചാണകം വെച്ച് മെഴുകുമായിരുന്നു. അന്ന് മാനസിക രോഗമുള്ള ധാരാളം പേരെ ആശ്രമത്തിൽ കൊണ്ടുവന്ന് നിർത്തുമായിരുന്നു അവരുടെ രോഗങ്ങൾ മാറുവാൻ വേണ്ടി. ആശ്രമത്തിൻ്റെ ചുറ്റുമുള്ള വേലി കപ്പക്കമ്പ് നാട്ടി അതിൽ ഓല കൊണ്ട് മറച്ചതായിരുന്നു ഇന്ന് കാണുന്ന ഈ മതിലിനു പകരമായി. ഗുരുവിൻ്റെ കുടിലും ഓലമേഞ്ഞതായിരുന്നു. സങ്കല്പം നടക്കുന്ന സമയത്ത് ഗുരുവിൻ്റെ ശരീരം ചൂടാകും. ശരീരം തണുപ്പിക്കുന്നതിന് ഇറങ്ങിയിരിക്കുന്നതിനായി ഒരു വാട്ടർ ടാങ്ക് ഇവിടെ കരുതിയിരുന്നു. പക്ഷേ ഗുരു അതിൽ ഇരുന്നിട്ടില്ല. അവിടെയാണ് ഇപ്പോൾ ഭക്ഷണം കൊടുക്കുന്ന കുടിൽ. ഗുരുവിന് ഭക്ഷണം കൊടുക്കുന്ന കുടിലിരിക്കുന്നു. കൊട്ടാരത്തിൽ ചൂട് കൂടുതലായതിനാൽ അന്തേവാസികളെല്ലാം ചേർന്നൊരു ഫാൻ വാങ്ങാൻ ആലോചിച്ചു. പെൻഷനിൽ നിന്ന് കിട്ടുന്ന തുകയിൽ ഒരു ഭാഗം മാറ്റിവെച്ച് ഫാൻ വാങ്ങാമെന്ന് എന്നായിരുന്നു ചിന്ത. പിന്നീടാണ് ഓർത്തത് ഗുരുവിന് ഫാനില്ലല്ലോ. അവർ ആദ്യം ഒരു ഫാൻ വാങ്ങി
ഗുരുവിന് സമർപ്പിച്ചു. ശാന്തിഗിരി ആശ്രമത്തിലെ ആദ്യത്തെ ഫാൻ. ഗുരു ആദിസങ്കല്പത്തിൽ ലയിക്കുന്നതിന് കുറച്ചുനാൾ മുമ്പ് വരെ ഗുരു ആ ഫാനിനെ കുറിച്ച് തിരക്കുമായിരുന്നു. അങ്ങനെയായിരുന്നു അവരുടെ ഓരോ സമർപ്പണവും. ആദ്യം എന്തും അവർ വാങ്ങുമെങ്കിലും അത് ഗുരുവിന്, അത് കഴിഞ്ഞ് ഏത് ചെറിയ ഇഷ്ടം പോലും അവർക്കുണ്ടായിരുന്നുള്ളൂ. ഇവിടെ കുംഭമേള ഘോഷയാത്ര ആദ്യകാലത്ത് നടക്കുന്ന സമയത്ത് ആശ്രമത്തിൽ ഒരു മുത്തുക്കുട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് നമുക്കറിയാം, ആയിരക്കണക്കിന് മുത്തുക്കുടകൾ കൊണ്ട് അലങ്കൃതമാണ് നമ്മുടെ ഈ കുംഭമേള ദീപഘോഷയാത്രകൾ. പക്ഷെ ആദ്യകാലത്ത് ഒരു മുത്തുക്കുട മാത്രമേ നമുക്കിവിടെ എടുക്കുവാൻ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി കുടകളെല്ലാം കോട്ടയത്തുള്ള പള്ളികളിൽ നിന്നും വാടകയ്ക്കെടുത്താണ് ഇവിടെ കൊണ്ടുവന്നിരുന്നത്. അപ്പോൾ 2 മുത്തുക്കുട സമർപ്പിക്കണമെന്നുള്ള ആഗ്രഹം നാരായണൻ നായർക്കുണ്ടായി. 2 വെള്ളി അലുക്കുകളുള്ളതും 1 സ്വർണം പൂശിയ അലുക്കുകളുള്ളതുമായ 3 മുത്തുക്കുട കോട്ടയത്ത് പോയി വാങ്ങി ആദ്യമായി അദ്ദേഹം ഗുരുവിന് സമർപ്പിച്ചു. ശാന്തിഗിരിയിലെ മുത്തുക്കുട സമർപ്പണത്തിൻ്റെ തുടക്കം അവിടെയാണ്. ഇന്ന് ആശ്രമത്തിൻ്റെ ഈ കേന്ദ്ര ആശ്രമത്തിലും ആശ്രമത്തിൻ്റെ ബ്രാഞ്ചുകളിലുമൊക്കെ 100 കണക്കിന് മുത്തുക്കുടകൾ ഓരോ മാസവും സമർപ്പിക്കുന്ന രീതിയായി മാറിയിട്ടുണ്ട്. പക്ഷേ ആദ്യത്തെ മുത്തുക്കുടയുടെ ആത്മസമർപ്പണം ചെയ്തത് ശ്രീ PC നാരായണൻ നായർ എന്ന നമ്മുടെ ധർമാനന്ദ സ്വാമിയായിരുന്നു. അന്ന് എല്ലാ ജോലികളും എല്ലാവരും ചേർന്നാണ് ഈ ആശ്രമത്തിൽ ചെയ്തിരുന്നത്. ആയുർവേദത്തിലെ കർമ്മങ്ങൾ, ആയുർവേദ വൈദ്യശാല. ആയുർവേദം എന്ന് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല. ആയുർവേദ സിദ്ധ വൈദ്യശാല, മരുന്നുകൾ ഉണ്ടാക്കുന്ന സ്ഥലം, നാമമാത്രമായ ഒരിടം. അവിടെ ആയുർവേദ വൈദ്യശാലയിലെ കർമ്മവും നമ്മുടെ ഇവിടെ കുറച്ച് പശു ഉണ്ടായിരുന്നു, അവർക്ക് പുല്ല് പറിക്കുന്ന കർമ്മവും, പിന്നെ ആശ്രമത്തിൻ്റെ കൃഷിയായിട്ടുള്ള ആകെപ്പാടെയുള്ളത് കപ്പ നടുക എന്നുള്ളതായിരുന്നു. ആ കപ്പയിൽ നിന്ന് കിട്ടുന്ന ചീനി കൊണ്ടാണ് ഇവിടെ ആശ്രമത്തിലെ ആഹാര കാര്യങ്ങൾ നടന്നിരുന്നത്. ആൺപെൺ വ്യത്യാസമില്ലാതെ ഇവിടെ ഉണ്ടായിരുന്ന കുറച്ചാളുകൾ ഒരുമിച്ച് ചേർന്നിട്ടാണ് ഈ കൃഷികളെല്ലാം നടത്തിയത്. അതിനോടൊപ്പം തന്നെ സെപ്റ്റിക് ടാങ്ക് വൃത്തിയാക്കലും മറ്റ് ആശ്രമത്തിൻ്റെ പരിസര കാര്യങ്ങളെല്ലാം ചെയ്യുന്നതും, അത് ആ സമയത്ത് ചെയ്യുവാൻ ആർക്കും ഒരു മടിയും ഉണ്ടായിരുന്നില്ല. ഇന്നും മടിയുണ്ട് എന്നുള്ള അർത്ഥത്തിലല്ല, അതൊരു കാലഘട്ടത്തിൻ്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഏത് ജോലിയും ചെയ്യുന്നതിൽ ആർക്കും അന്ന് മടിയുണ്ടായിരുന്നില്ല, ജോലികൾക്ക് വേർതിരിവുണ്ടായിരുന്നില്ല. ആ സമയത്ത് ഇവിടെ നടക്കുന്ന, നാമമാത്രമായെങ്കിലും നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ചുമതല നോക്കുവാനായിട്ടാണ് PC നാരായണൻ നായരെ ഗുരു ഏൽപ്പിച്ചത്. ആ സമയത്താണ് നമ്മുടെ ഇപ്പോൾ വിശ്വപ്രശസ്തമായ ശാന്തിഗിരി സിദ്ധ മെഡിക്കൽ കോളേജ്, അതിൻ്റെ ആദ്യത്തെ രൂപമെന്ന് പറയുന്നത് ഒരു ആശുപത്രിയാണ്. ആ ആശുപത്രിയുടെ നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ കാര്യങ്ങൾ നോക്കുവാനായിട്ട് ഗുരു ഏൽപ്പിച്ചത് PC നാരായണൻ നായരായ നമ്മുടെ സ്വാമിയെയാണ്. പിന്നീടാണ് അദ്ദേഹം ആയുർവേദ മരുന്ന് നിർമ്മാണത്തിൻ്റെ ചുമതലയിലേക്ക് മാറ്റപ്പെട്ടത്. അന്ന് ഈ മെഷീനറി ഒന്നുമില്ലാതിരുന്ന സമയത്ത് ഈ ഈയം പൂശിയ വലിയ ചെമ്പുകലത്തിൽ ഔഷധങ്ങൾ ചതച്ചിട്ട് വിറക് കത്തിച്ചിട്ടാണ് ഈ കഷായം ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഔഷധ സസ്യങ്ങൾ അടിക്കാനുള്ള മെഷീൻ വാങ്ങിച്ചു വെച്ചിരുന്നെങ്കിലും കറണ്ടില്ലാതെ പോയത് മൂലം അത് ഉപയോഗിക്കുവാനായിട്ട് സാധിച്ചിരുന്നില്ല നമുക്ക്. പിന്നീട് ആശുപത്രിയുടെ കോംപ്ലക്സിൽ കൊണ്ടുപോയി ജനറേറ്റർ വെച്ച് പ്രവർത്തിച്ചാണ് യന്ത്ര സഹായത്തോടുകൂടി ആദ്യത്തെ കഷായം ഉണ്ടാക്കിയത്. ആയുർവേദത്തിലേക്ക് മെഷീൻ വാങ്ങുന്നതിനായിട്ട് ഇത്തരം മെഷീൻ ഉണ്ടാക്കുന്ന ചെന്നൈ, ബാംഗ്ലൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നമ്മുടെ ആയുർവേദ വൈദ്യശാലയുടെ മോഡേണൈസേഷൻ, അതിൻ്റെ എല്ലാത്തിനും പിന്നിൽ പ്രവർത്തിച്ച സ്വാമിയുടെ ആ കാലത്തെ കർമ്മത്തെക്കുറിച്ചാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. ചെന്നൈ, ബാംഗ്ലൂർ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് സ്വാമി പോവുകയും അവിടെ ഓരോ ഫാക്ടറികളിൽ പോയി അവിടുത്തെ പ്രവർത്തനങ്ങൾ കണ്ട് പഠിക്കുകയും, ആ സമയത്ത് ആശ്രമം കടന്നു പോകുന്നത് കടുത്ത പ്രതിസന്ധിയിലൂടെയാണ്. ഈ മെഷീനറി ഒന്നും വാങ്ങാനുള്ള വർക്കിംഗ് ക്യാപിറ്റലൊന്നും അതിൻ്റെ മൂലധനമൊന്നും നമ്മുടെ ഈ ആശ്രമത്തിൽ ഉണ്ടായിരുന്നില്ല. വളരെ കഷ്ടപ്പെട്ടാണ് ആ മെഷീനറിയൊക്കെ വാങ്ങുന്നതിനായിട്ട് സ്വാമി അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയത്. അങ്ങനെ
ഓരോ മെഷീനറികളായി ഓരോ കാലഘട്ടങ്ങളിൽ സ്ഥാപിച്ച ഇന്ന് കാണുന്ന ആയുർവേദത്തിൻ്റെ നവീകരണം, അതിൻ്റെ ആദ്യത്തെ ബീജാഭാവം നടത്തിയത് സ്വാമിയുടെ കാലഘട്ടത്തിലാണ്. ആദ്യമായി മരുന്നുണ്ടാക്കുവാൻ വലിയ പ്രഷർ കുക്കർ വാങ്ങിച്ചു. പിന്നീട് ബോയിലർ സ്ഥാപിച്ചു. പാത്രത്തിനടിയിൽ വിറക് കത്തിച്ച് മരുന്നുണ്ടാക്കുന്ന രീതി മാറി. ബോയിലറിൽ നിന്നും സ്റ്റീം ഉപയോഗിച്ച് മരുന്നുണ്ടാക്കുവാൻ തുടങ്ങി. അതിനുശേഷമാണ് മെഷീൻ അടിച്ച് നല്ല കഷായം ഉണ്ടാക്കുവാൻ തുടങ്ങിയത്. ഞാൻ ആയുർവേദ വൈദ്യശാലയിൽ ചെല്ലുന്നത് 1997 ആ സമയത്ത് ഞാൻ കാണുന്നത് ഏത് വിഷയത്തെക്കുറിച്ചും അവിടെ ഒരു തീരുമാനമെടുക്കുമ്പോൾ അതിന് തൊട്ടു മുമ്പായി അതിനെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചിട്ടാണ് സ്വാമി ആ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് എത്ര പ്രഗത്ഭമതികളായ എക്സ്പെർട്സുകളായിട്ടുള്ള ആളുകൾ ഇവിടെ മരുന്നിൻ്റെ പേരിൽ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അവരോട് അതേ രീതിയിൽ സംസാരിക്കുവാനും അതേക്കുറിച്ച് ആധികാരികമായിട്ട് പറയുവാനും അവർ അവസാനം സ്വാമിയുടെ നിലപാടിൽ തന്നെ എത്തിച്ചേരുകയും ചെയ്യുന്ന രീതിയാണ് എന്നെ പോലെയുള്ള ആളുകൾക്ക് ആ കാലഘട്ടത്തിൽ നേരിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. വളരെ വിശദമായി എടുത്തു പറയുവാൻ കാരണമെന്ന് പറയുന്നത് ആ കിടക്കുന്നത് നമ്മുടെ ആശ്രമത്തിൻ്റെ ചരിത്രത്തെ ഗുരുവിനോടൊപ്പം ചലിപ്പിച്ച ഒരു വ്യക്തി ആയതുകൊണ്ടാണ്. നമ്മുടെ മരുന്നിൻ്റെ ഉൽപ്പാദനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്കറിയാം. ആയുർവേദ സിദ്ധ ശാസ്ത്ര ഗ്രന്ഥങ്ങളെ ആധാരമാക്കിയാണ് എപ്പോഴും മരുന്നുണ്ടാക്കുന്നത്. പക്ഷേ ഓരോ മരുന്നിലും ഏതളവിൽ, ഏത് രീതിയിൽ, ഏത് പ്രകാരം ഇന്ന കാര്യങ്ങൾ ചേർക്കണമെന്ന് ഗുരു ശിഷ്യനെ കൊണ്ട് ദർശനത്തിൽ അത് ആ അനുഭവത്തിൽ അത് പ്രാർത്ഥിച്ച് ആ ധ്യാനത്തിൻ്റെ മുകുരത്തിൽ നിന്നും വിടരുന്ന ആ കാഴ്ചയിലൂടെയാണ് ഗുരു എപ്പോഴും മരുന്ന് നിർമ്മാണം ഇവിടെ ചെയ്യിപ്പിച്ചിരുന്നത്. ഇത് കോർഡിനേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ശാസ്ത്രീയതയെയും ആത്മീയതയെയും ഭൗതിക പശ്ചാത്തലത്തിൽ പദാർത്ഥ ലോകത്ത് ഇങ്ങനെ ഇത് ക്രമീകരിക്കുക എന്ന് പറയുന്നത് സാധാരണ ചെയ്യുവാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഇതിൻ്റെ ആദ്യകാലത്തെ തുടക്കം, ഇതിൻ്റെ ഈ സമന്വയം, ഇതിൻ്റെ ഈ സമഞ്ജസമായ സമ്മേളിക്കൽ, ഇതെല്ലാം ചെയ്യുന്നതിന് ഗുരു നിർദ്ദേശം നൽകി ഒരു ശിഷ്യനായി കൂടെ കൊണ്ടു നടന്ന ഈ വളർച്ചയെ മുന്നോട്ട് കടത്തിക്കൊണ്ടുപോകുവാൻ ഏൽപ്പിച്ചത് യഥാർത്ഥത്തിൽ സ്വാമിയെയാണ്. ഗുരു കൊടുക്കുന്ന മരുന്നുകൾ ആളുകൾക്ക് അഭൂതപൂർവമായ ഫലം ഉണ്ടാക്കിയിട്ടുണ്ട്. ഘട്ടം ഘട്ടമായ ആയുർവേദത്തിലെ മരുന്നുൽപാദനത്തിനായി പുതിയ പുതിയ മെഷീനുകൾ സ്ഥാപിക്കുവാൻ PC നാരായണൻ നായർക്ക് കഴിഞ്ഞു. ആയുർവേദത്തോടൊപ്പം തന്നെ ആശുപത്രിയിലും പല പുതിയ ഉപകരണങ്ങളും ഈ കാലഘട്ടത്തിൽ അദ്ദേഹം വാങ്ങി സ്ഥാപിക്കുകയുണ്ടായി. ആശ്രമെന്നും ഈ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും അടിക്കടിയായി ഇതൊക്കെ വാങ്ങുവാനായിട്ടുള്ള സംവിധാനങ്ങളെല്ലാം ആശ്രമത്തിലുണ്ടായിരുന്നുവെന്ന്. ഒരു പൈസ കയ്യിലില്ലാതെ ബാങ്കുകാരുടെ കയ്യും കാലും പിടിച്ചിട്ടാണ്, പലപ്പോഴും വ്യക്തികളുടെ കയ്യും കാലും പിടിച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ആശ്രമത്തിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായത്. സാമ്പത്തികമായി വലിയ കഷ്ടപ്പാടിലായിരുന്ന സമയത്ത് പലതും തിരിച്ചടയ്ക്കുവാൻ കഴിയാതെ കേസും വഴക്കുമായി ഒക്കെ മാറിയിരുന്ന ഒരു കാലഘട്ടത്തിൽ എങ്ങനെയോ ഗുരുവിൻ്റെ പരമമായ കാരുണ്യം കൊണ്ട് മാത്രം അവിടെ നിന്ന് രക്ഷപ്പെട്ട് ആശ്രമത്തിന് പൈസയ്ക്ക് എന്ത് ബുദ്ധിമുട്ടാണെങ്കിൽ തന്നെയും അത് മറ്റുള്ളവരെ കൂടി അതിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കുവാൻ സ്വാമി കാണിച്ച ശുഷ്കാന്തിയെ ഈ അവസരത്തിൽ നമ്മൾ എടുത്തു പറയേണ്ടുന്ന കാര്യമാണ്. ആ കാലഘട്ടത്തിൽ ആശ്രമത്തിൽ താമസിക്കുന്നവർക്ക് വലിയ കർശനമായ ചിട്ടകൾ പാലിക്കേണ്ടതുണ്ട്. അതിൽ യാതൊരു വിട്ടുവീഴ്ചയും ഗുരു നൽകിയിരുന്നില്ല. സൗകര്യങ്ങളൊക്കെ നന്നേ കുറവായിരുന്ന സമയത്ത് ഒരു ഹാളിൽ തറയിൽ പാവിരിച്ചിട്ടാണ് ഈ ആഘോഷ സമയങ്ങളിൽ എല്ലാവരും കിടന്നുറങ്ങിയിരുന്നു. രാവിലെ 4 മണിക്ക് ആശ്രമത്തിൽ ബെല്ലടിക്കുമ്പോൾ എല്ലാവരും എഴുന്നേൽക്കണം. ഗുരു തന്നെ നേരിട്ട് വന്ന് എഴുന്നേൽക്കാത്തവരെ എഴുന്നേൽപ്പിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. എഴുന്നേറ്റാലുടൻ പ്രഭാത കർമ്മങ്ങൾ നടത്തി കുളിച്ച് 5-ൻ്റെയും 6-ൻ്റെയും ആരാധനകൾ കൂടണം. അതിനുശേഷം ചായ കുടിച്ച് ആശ്രമത്തിലെ കർമ്മങ്ങളിൽ വ്യാപൃതരാകും. ആശ്രമത്തിലെ അന്തേവാസികളെന്ന് പറയുവാൻ വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. ഗുരു പല കാര്യങ്ങളിലും വിളിച്ച് പലപ്പോഴും അതികഠിനമായി ശകാരിക്കുമായിരുന്നു. ഏറ്റുമാനൂരിൽ നാരായണൻ നായർക്ക് കുടുംബവീതം ഉണ്ടായിരുന്ന ഭൂസ്വത്തുക്കൾ വിറ്റുകിട്ടിയ പൈസ കൊണ്ടാണ് ബ്രിഗേഡിയർ ക്വാർട്ടേഴ്സ് എന്ന് പറയുന്ന നമ്മളിപ്പോൾ സിദ്ധ
മെഡിക്കൽ കോളേജ്, ഹോസ്പിറ്റലും സിദ്ധ കോളേജുമൊക്കെ ഇരിക്കുന്ന ആ സ്ഥലത്തിൻ്റെ പ്രധാനപ്പെട്ട ഇടങ്ങൾ വാങ്ങിയത്. അന്ന് ഇപ്പോൾ സിദ്ധ മെഡിക്കൽ കോളേജ് ഇരിക്കുന്ന ആ ഭാഗത്തായിട്ടാണ് ഒരേക്കർ സ്ഥലം അദ്ദേഹത്തെ കൊണ്ട് ഗുരു വാങ്ങി അന്നത്തെ സമയത്ത് രജിസ്റ്റർ ചെയ്യിപ്പിച്ചത് PC നാരായണൻ നായരുടെ പേരിലാണ്. ആ പ്രദേശം മൊത്തം പറങ്കിമാവിൻ്റെ തോട്ടമായിരുന്നു. പിന്നീട് അദ്ദേഹം ആ സ്ഥലം ഗുരുവിനായി സമർപ്പിച്ചു. ഏറ്റുമാനൂർ റോഡ് സൈഡിൽ 2 കടമുറി ഉണ്ടായിരുന്ന അത് വിറ്റ് അന്നത്തെ നിലയ്ക്ക് നല്ല വില കിട്ടി. അതിൽ 50,000 രൂപ ബാങ്കിൽ നിക്ഷേപിച്ച് അതിൽ നിന്ന് കിട്ടുന്ന പലിശ വീട്ടു ചെലവിന് ഉപയോഗിക്കാമെന്ന് കരുതി ആ സമയത്ത് ഇന്ന് ചന്ദ്രൂരിൽ സ്നേഹ ഓയിൽ മിൽ നിൽക്കുന്ന സ്ഥലം വാങ്ങുന്നതിനായി നാഷണൽ ഹൈവേയുടെ സൈഡിൽ രാഘവൻ നായരും അതുപോലെ അരവിന്ദൻ ചേട്ടനും അവരുമായിട്ട് വന്നിവിടെ ഗുരുവിനോട് ആ സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഗുരു ഒരു ചെറിയ അഡ്വാൻസ് നൽകുകയും സ്ഥല ഉടമയുമായിട്ട് ആ എഗ്രിമെൻറ്റും വെച്ചു. പക്ഷേ പിന്നീട് ആ തുക സംഘടിപ്പിക്കുവാനായിട്ട് ഗുരുവിന് കഴിഞ്ഞില്ല. അപ്പോൾ പ്രമാണം രജിസ്റ്റർ ചെയ്യാൻ കഴിയാതിരുന്ന ആ സാഹചര്യത്തിൽ നാരായണൻ നായർ ഗുരുവിനോട് പറഞ്ഞു, ബാങ്കിൽ കുറച്ച് പൈസ കിടപ്പുണ്ട്, അതെടുത്ത് ആ സ്ഥലം എഴുതിക്കുവാൻ ഗുരു സമ്മതിച്ചു. എന്നിട്ട് ഗുരു അദ്ദേഹത്തോട് പറഞ്ഞു, നീ ആ പൈസയും കൊണ്ട് നേരെ ചന്ദ്രൂരിലേക്ക് പോയാൽ മതി. അന്ന് വൈക്കത്ത് നിന്നും ചന്ദ്രൂരിലെത്താൻ പാലമൊന്നുമില്ല, വള്ളത്തിലാണ് യാത്ര ചെയ്തത്. അങ്ങനെ ആ സ്ഥലം ആശ്രമത്തിൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്തു. ഗുരു ആദ്യ സങ്കല്പത്തിൽ ലയിച്ച 72 ദിവസം തികഞ്ഞ സമയത്ത് അന്ന് ഗൃഹസ്ഥാശ്രമികളായിരുന്ന 3 പേർക്ക് ശാന്തിഗിരിയിൽ സന്യാസ ദീക്ഷ നൽകിയിട്ടുണ്ടായി. ഗുരുവാണ് സന്യാസത്തിൻ്റെ യോഗ്യത നിശ്ചയിക്കുന്നത്. അത് ലോകത്തെ ബോധ്യപ്പെടുത്തിയ നിമിഷമായിരുന്നു. PC നാരായണൻ നായർ സ്വാമി ധർമാനന്ദ ജ്ഞാന തപസ്വിയായി. അന്ന് LIG ക്വാർട്ടേഴ്സിലാണ് അദ്ദേഹമൊക്കെ താമസിക്കുന്നത്. അവരെ ഈ ആശ്രമത്തിൽ വിളിച്ച് കലച്ചേച്ചിയെയും മക്കളെയും അച്ഛനെയും ഇവിടെ വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെയൊരു തീരുമാനം ഗുരു എടുക്കുന്നെന്ന് പറഞ്ഞപ്പോൾ കുടുംബത്തെ നോക്കിയില്ല, ഭാര്യയെ നോക്കിയില്ല, ആരെയും നോക്കാതെ അദ്ദേഹം അതിനെ ഒറ്റ ശ്വാസത്തിൽ സമ്മതം മൂടുകയായിരുന്നു. അതിന് ഞാൻ സാക്ഷിയാണ്. സന്യാസ ദീക്ഷ ലഭിച്ചതിന് ശേഷം എറണാകുളം, കോട്ടയം ആശ്രമങ്ങളുടെ സേവനമനുഷ്ഠിക്കുകയുണ്ടായി. ശാന്തിഗിരി ആശ്രമത്തിൻ്റെ വൈസ് പ്രസിഡന്റായി അദ്ദേഹം ദീർഘകാലം തുടരുകയുണ്ടായി. പ്രായാധിക്യവും ശാരീരികമായ വിഷമതകളുമൊക്കെ സ്വാമിയെ ബുദ്ധിമുട്ടിച്ചെങ്കിലും ആ മനോധൈര്യം കുറച്ചതായിരുന്നു. പലപ്പോഴും ഇവിടെ ഈ ആഘോഷങ്ങൾ നടക്കുന്ന സമയത്ത് പുഷ്പ സമർപ്പണം കഴിയുമ്പോൾ നമ്മൾ ഈ പ്രാർത്ഥനാലയത്തിലൂടെ 11 വലം വെക്കാറുണ്ട്. ആ സമയത്ത് തുടങ്ങുന്ന സമയത്ത് സ്വാമി എൻ്റെ അടുത്ത് പറയും, സ്പീഡിൽ പോകരുത്, എനിക്കും കൂടി നടന്നു വരണം. അപ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഞാനും ചൈതന്യസ്വാമിയും ഒക്കെ സ്വാമി വരാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ സ്പീഡ് കുറയ്ക്കുമായിരുന്നു. ഈ ആശ്രമത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മരംഗങ്ങളിൽ ഗുരുവോടൊപ്പം ആ കാലഘട്ടത്തിലും ഇന്നും ഇതുപോലെയും ഇന്നലെയും ഒക്കെ പ്രവർത്തിച്ചു പോയ ആ മാന്യ ദേഹം. അതുകൊണ്ട് തന്നെയാണ് കോവിഡ് പിടിമുറുക്കിയ കാലഘട്ടത്തിലും അതിനെ അതിജീവിക്കുവാനായിട്ട് സ്വാമിക്ക് സാധിച്ചത്. സ്വാമി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അഗാധമായ പാണ്ഡിത്യം പല വിഷയങ്ങളെക്കുറിച്ചും സ്വാമിക്കുണ്ടായിരുന്നു. ഡൽഹിയും ബോംബെയിലും അതുപോലെ പല രാജ്യത്തിൻ്റെ പല സംസ്ഥാനങ്ങളിലും അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്യുവാൻ പലപ്പോഴും എനിക്ക് സാധിച്ചിട്ടുണ്ട്. കേട്ടിരിക്കുന്ന ആളുകളെ ഒരേ സമയം തന്നെ ആ വിഷയത്തിൻ്റെ അഗാധതകളിലേക്ക് കൊണ്ടുപോകുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഗുരുഗീതയെക്കുറിച്ച് വളരെ അഗാധമായി പഠിക്കുവാനും അത് കുഞ്ഞുങ്ങളായിട്ടുള്ള ആളുകൾക്കും വിശ്വാസികളായിട്ടുള്ള ആളുകൾക്കും പറഞ്ഞു കൊടുക്കുവാനുമൊക്കെ സ്വാമിക്ക് കഴിഞ്ഞിരുന്നു. സ്വാമിയുടെ വാക്കുകൾ കേട്ട വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് ഗുരുവിൻ്റെ മഹത്വത്തെ അതിലൂടെ മനസ്സിലാക്കുവാൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ധർമാനന്ദ സ്വാമിയെ സംബന്ധിച്ചിടത്തോളം ഓർക്കുവാൻ സാധിക്കുന്ന നിരവധി അവസരങ്ങളുണ്ട് ഓരോ വിശ്വാസികൾക്കും. ഗുരു പ്രാർത്ഥനാലയത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്തിയ സമയത്ത് ഗുരുവിൻ്റെ കൂടെ നടത്തിയ ഒരുപാട് തീർത്ഥയാത്രകൾ, അതൊക്കെ ശാന്തിഗിരിയുടെ ചരിത്രമാണ്. സഹകരണ മന്ദിരത്തിൻ്റെ സമർപ്പണം, ഗുരുവിൻ്റെ ആദിസങ്കല്പ ലയനം, അവസ്ഥാപൂർത്തീകരണത്തിൻ്റെ 41 ദിവസങ്ങൾ, ആ സമയങ്ങളിൽ നമ്മുടെ കൂടെ നിഴലായി ഒരു രക്ഷകർത്താവായി സ്വാമിയും അതുപോലെ വിമലും ഉണ്ടായിരുന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ ഓർത്തു പോവുകയാണ്. ആ സമയത്ത് ശിഷ്യപൂജിത കടന്നുപോയ
ആ സകല ത്യാഗത്തെയും സ്വന്തം സ്നേഹം കൊണ്ടും തൻ്റെ ത്യാഗം കൊണ്ടും, സ്വാമി രാവിലെ 6 മണിക്ക് വന്നാൽ പോകുന്നത് രാത്രി 12 മണിക്കാണ്. ആ സമയങ്ങളിലെല്ലാം ആ തരത്തിൽ സ്വാമിയുടെ ജീവിതത്തിൽ സ്വാമി നമുക്ക് നൽകിയ സ്നേഹം, ഈ ആശയത്തിന് അഗാധമായി പകർന്ന് നൽകിയ ആ ഒരു കടപ്പാട്, ഇതൊന്നും നമുക്കൊരിക്കലും മറക്കുവാൻ സാധിക്കുകയില്ല. ആത്മീയമായ ഒരുപാട് അനുഭവ മുഹൂർത്തങ്ങൾ സ്വാമിയുടെ ജീവിതത്തിലുണ്ട്. ഏതെങ്കിലും കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാലും അതങ്ങനെയാണ്. ഈ ശരീരം വിട്ടുപോകുമ്പോൾ ഗുരുവിനെ കൊണ്ടുപോകാമെന്നുള്ള ഒരു ഉറപ്പ് എനിക്കുണ്ട്. ഈ ജന്മത്തിൽ എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ സൗഭാഗ്യം എൻ്റെ ഗുരുവിനെ ലഭിച്ചു എന്നുള്ളതാണ്. ജീവിതത്തിൽ വന്നനുഭവിച്ച നിരവധി യാതനകളിൽ നിന്നും വേദനകളിൽ നിന്നും ഗുരുവാണ് തനിക്ക് താങ്ങും തണലുമായി നിന്ന് എന്നെ കൈപിടിച്ച് കയറ്റിയതെന്ന് സ്വാമി സംസാരിക്കുന്നത് നമ്മൾ പലപ്പോഴും നേരിട്ട് കേട്ടിട്ടുണ്ട്. ഇനിയൊരു ജന്മം എടുക്കേണ്ടി വന്നാലും എവിടെയും എന്നും എപ്പോഴും സ്നേഹ കാരുണ്യ സംരക്ഷകനായി എൻ്റെ ഗുരു എന്നോടൊപ്പം ഉണ്ടാകുമെന്നുള്ള വലിയ ഉറപ്പ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. ഗുരുവാണ് എൻ്റെ ഏകമായ ആശ്രയവും ആശ്വാസവുമെന്ന് അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞു. സ്വാമിയുടെ വാക്കുകൾ അന്വർത്ഥമായിരിക്കുന്നു. ഗുരുവിൻ്റെ മണ്ണിൽ അവസാന ശ്വാസം വരെ ആ നാമജപത്തിൽ ഇഴചേർന്ന് ജീവിച്ച് ശാന്തിഗിരി പരമ്പരയുടെ ചരിത്രമായി സ്വാമി ധർമാനന്ദ ജ്ഞാന തപസ്വി ഗുരുജ്യോതി ലയിക്കുകയാണ്. കുടുംബാംഗങ്ങളായ ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവരോടുമുള്ള എൻ്റെ സ്നേഹാദരങ്ങൾ അറിയിക്കുന്നു. നിങ്ങൾ ഈ ശാന്തിഗിരി ആശ്രമത്തിന് നൽകിയ കനപ്പെട്ട വിലപ്പെട്ട സംഭാവനയെ ഞങ്ങൾ എക്കാലത്തും ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നു. സൗരവേശ്വരൻ.